സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഫ്ലാഷ് ബാക്ക്. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി. കൊല്ലം പുത്തൂരിൽ പെൺകുട്ടിക്ക് നേരെ ജോത്സ്യൻ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചെന്ന് പരാതി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? ബാധ ഒഴിപ്പിക്കലുണ്ടായി അമ്മയ്ക്കൊപ്പം എത്തിയതായിരുന്നു പെൺകുട്ടി. അല്ല, നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ? എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. വെണ്ടാർ സ്വദേശി രാജൻ ബാബു ആണ് പ്രതി. അതായത് രാജൻ ബാബു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, മുരാരി തന്ത്രി എന്ന് പറയണം. ആ ജ്യോതിഷാലയത്തിലേക്ക് ഇന്നലെ വൈകിട്ട് എത്തിയതാണ് ഈ അമ്മയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും, അതായത് 16 വയസ്സുള്ള പെൺകുട്ടിയും. നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. തൊലി വെളുപ്പുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള സൂക്കേട് നിന്റെ വാപ്പയ്ക്ക് ഇത് തന്നെയല്ലായിരുന്നത്. കൊട്ടാരക്കര പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ഒരു ജ്യോത്സ്യനെതിരെ പോക്സോ കേസ് വന്നിരിക്കുന്നു. പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ. അത് തന്നെ. നീ ഒന്ന് റീവൈൻഡ് ചെയ്തേ. അർജുന്റെ വിഷയം ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞു, വാഹനം കിടന്ന ദിശയുടെ ഇന്ന രാശിയിൽ കൃത്യമായി, അത് യൂട്യൂബിലുണ്ടല്ലോ സാർ, ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? കൃത്യമായി ലാസ്റ്റിൽ ആ വാഹനം കിട്ടിയത് ഞാൻ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. അദ്ദേഹം പറഞ്ഞു അർജുന്റെ കാര്യം, കൃത്യമായ സ്ഥലവും കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോഴും ഇവിടെ ലൈവായിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് പക്ക കള്ളമാണ്. ചെയ്ത വീഡിയോ ഞങ്ങൾ ഇപ്പൊ പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റൂല്ലെങ്കിൽ എന്തോ സംഭവമുണ്ട്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. കൂടാതെ തിരിച്ചു വരുമെന്ന് പറയുന്ന വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണിക്കൂ. അർജുന്റെ കാര്യം ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉറച്ചിരിക്കുന്നത്. അതിനകത്തൊരു മാറ്റമില്ല. അർജുനൊന്നും പറ്റിയിട്ടില്ല, തിരിച്ചു വരും. തീർച്ചയായിട്ടും അർജുൻ തിരിച്ചു വരണമല്ലോ. ഇത് താങ്കളല്ല പറഞ്ഞെന്ന് എങ്ങനെയെങ്കിലും താങ്കൾക്ക് പറയാൻ പറ്റുമോ? യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്ന ഒരു വീഡിയോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നിങ്ങൾ പറഞ്ഞു അർജുനന് യാതൊരു കുഴപ്പവും വരാതെ തിരിച്ചു വരും എന്ന് ഈ വീഡിയോയിൽ കിടക്കുകയാണ്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. തിരിച്ചു വരും എന്ന് നമുക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കാന്ന് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. നീ ഒന്നും പണയണ്ട. ഇവിടുത്തെ റോക്കറ്റ് വിടാൻ നേരെ എഴുതി കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ചോദിക്കണം, എഴുതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. അതിനകത്ത് ഒരു പഴമുണ്ട്, അത് വായിക്കുത്തി കേട്ടോണ്ട്. അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മാത്രം മുറിയിലേക്ക് വിളിക്കുന്നു. തുടർന്ന് പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. എന്താണോ എനിക്ക് അമ്മയും പെങ്ങളെ കണ്ട തിരിച്ചറിഞ്ഞൂടെ? എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നെസ്. അത് നല്ല വീക്ക് കിട്ടുമ്പോ മാറിക്കോളും. തുടർന്ന് മറ്റ് നാട്ടുകാരൊക്കെ ഓടിയെത്തിയപ്പോഴേക്കും ഇയാൾ പിൻവാതിലിലൂടെ കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. മുരാരി തന്ത്രി ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. പുത്തൂർ പോലീസ് ഈ മുരാരി തന്ത്രിക്കെതിരെ പോക്സോ കേസെടുത്താണ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള തെണ്ടി പുരുഷകളൊക്കെ ബന്ധുവാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? കയ്യിൽ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. കുറച്ച് ഉന്നത ബന്ധങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ജോത്സ്യനാണ്. അതൊക്കെ ഉപയോഗിച്ച് ഒളിവിൽ കഴിയുമോ എന്ന ആശങ്കയൊക്കെ ഒരു ഭാഗത്ത് നാട്ടുകാരടക്കം പറയുന്നുണ്ട്. പടച്ചോനോർത്ത് എന്റെ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.